ലേക്ക് സ്വാഗതം. ബസൂക്ക വീണ്ടും ചിത്രീകരണം ആരംഭിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മമ്മൂട്ടി നായകനായി നവാഗതനായ ഡിനോ ഡെന്നിസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ തുടർന്നുള്ള ചിത്രീകരണം ജനുവരി 29-ന് കൊച്ചിയിൽ ആരംഭിക്കും. ഇനി ഏറെക്കുറെ 12 ദിവസത്തിന് മുകളിലുള്ള ഷൂട്ടിംഗ് കൂടിയാണ് പെൻഡിങ്ങിൽ നിൽക്കുന്നത്. ചിത്രീകരണത്തിന് ഗൗതം മേനോൻ, ഹക്കിം ഷാ തുടങ്ങിയവരുടെ സീനുകളാണ് ഇനിയും ചിത്രീകരിക്കാനുള്ളത്. ഇതോടൊപ്പം തന്നെ ആ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്ക് സിനിമ പാക്കപ്പ് ആകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, ഒരുപാട് നാളുകളായി ഈ സിനിമ ചിത്രീകരിക്കാൻ തുടങ്ങിയിട്ട്. അതിനിടയിൽ ഒരു കാര്യം വന്നിരുന്നു, ചില പാച്ചുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്തകൾ വന്നു. അതിനിടയിൽ മമ്മൂട്ടി 1-2 സിനിമകളുടെ ചിത്രീകരണത്തിൽ പങ്കെടുക്കുകയും 2 സിനിമകൾ പൂർത്തീകരിക്കുകയും 2-3 സിനിമകൾ അദ്ദേഹം പൂർത്തീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോയിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസത്തോടെ ടർബോ പാക്കപ്പ് ആവും. അതിനിടയിൽ ജനുവരി 29-ന് ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും രണ്ടാമത് തുടങ്ങുന്നു. ക്രൈം ഡ്രാമ വിഭാഗത്തിൽ വരുന്ന ഒരു സിനിമ തന്നെയാണിത്. നമുക്കറിയാം, ബസൂക്ക ഒരു ഗെയിം ത്രില്ലർ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വ്യത്യസ്തമായ ജോണറിൽ വരുന്ന ഒരു സിനിമ തന്നെയാണ്. ഗൗതം മേനോനും മമ്മൂട്ടിയും ഒരുമിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. എന്തായാലും ബസൂക്കയുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളുമായി നമുക്ക് ഇനിയും കടന്നു വരാം. 29-നോടുകൂടി ഇതിൻ്റെ ചിത്രീകരണം പുനരാരംഭിക്കുകയാണ്. മെയ് ജൂൺ ടൈമിലാണ് സിനിമയുടെ റിലീസായിട്ട് വരുന്നത്. മമ്മൂട്ടി മറ്റൊരു സിനിമ കൂടി വരുന്നത്. തുടർച്ചയായി ഉള്ള സിനിമകളാണ്. അതിനിടയിൽ അദ്ദേഹം ഒരു ഇടവേള എടുക്കുന്നു എന്നുള്ളത് നമ്മൾ കേട്ടിരുന്നു. എന്താണേലും ടർബോയ്ക്ക് ശേഷം അദ്ദേഹം ഒരു ഇടവേളയുണ്ട്. അതിനുശേഷമാണ് പ്രമോദ് പപ്പൻ്റെ സിനിമ വരുന്നത്. അതിനുശേഷമാണ് നമ്മൾ കാത്തിരിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള സിനിമ വരാനിരിക്കുന്നു. മമ്മൂട്ടിയും ഫഹദും ഒപ്പം ചാക്കോച്ചനും ഒരുമിക്കുമ്പോൾ നല്ല നടന്മാർ, മലയാളത്തിലെ ഇന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച നടന്മാർ, പുതുമ തേടുന്ന നടന്മാർ ഒരുമിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ബസൂക്കയ്ക്ക് വേണ്ടി ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് ഒന്ന് കമൻസിലൂടെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.